Hello friends, welcome back to my channel Learn with Nida. ഇന്നത്തെ വീഡിയോ 7th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്റർ നാച്ചുറൽസ് പ്ലെൻറ്റി. ഫസ്റ്റ് യൂണിറ്റ് നാച്ചുറൽസ് പ്ലെൻറ്റി. ഇതിൽ ഫസ്റ്റ് തന്നെ കൊടുത്തിരിക്കുന്നത് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഒരു കോട്ടാണ്. ലുക്ക് ഡീപ് ഇൻ ടു നേച്ചർ ആൻഡ് ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ് ബെറ്റർ. ഈ പേജിൽ ഫസ്റ്റ് തന്നെ കൊടുത്തിരിക്കുന്നത് ഒരു ന്യൂസ് പേപ്പർ ക്ലിപ്പാണ്. ഹെഡിങ് നാച്ചുറൽസ് ഡോട്ടർ. നാച്ചുറൽസ് ഡോട്ടർ എന്നാൽ എന്താണ്? പ്രകൃതിയുടെ മകൾ. ഇതിൽ സൂര്യമണി എന്നൊരു പെൺകുട്ടിയുടെ പ്രകൃതി സ്നേഹത്തെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. വാട്ട് ഈസ് ദിസ് ന്യൂസ് അബൌട്ട്? എന്തിനെക്കുറിച്ചാണ് ഈ ന്യൂസ് അഥവാ ഈ വാർത്ത എന്തിനെക്കുറിച്ചാണ്? The news is about a tribal woman, Suryamani, who loves nature a lot. The news, ഈ വാർത്ത, is about എന്തിനെക്കുറിച്ചാണ്? A tribal woman, ഒരു ഗോത്ര സ്ത്രീ, സൂര്യമണി, who loves nature a lot. പ്രകൃതിയെ ഭയങ്കരമായി സ്നേഹിക്കുന്ന സൂര്യമണി എന്ന ഗോത്ര വനിതയെക്കുറിച്ചാണ് ഈ വാർത്ത. The news is about a tribal woman, Suryamani, who loves nature a lot. Or the news is about a tribal woman named Suryamani. The news is about a tribal woman named Suryamani. ഇതിൽ ഫസ്റ്റത്തെ സെൻറ്റൻസിൽ എഴുതിയിരിക്കുന്നത് the news is about a tribal woman, സൂര്യമണി എന്നാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, the news is about a tribal woman named സൂര്യമണി എന്ന് എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹാവ് യു എവർ മെയ്ഡ് എനി അറ്റംപ്റ്റ് ടു സേവ് നേച്ചർ? ഹാവ് യു എവർ, നിങ്ങൾ എപ്പോഴെങ്കിലും, എവറിൻ്റെ അർത്ഥം എപ്പോഴെങ്കിലും, ഒരിക്കലെങ്കിലും എന്നൊക്കെയാണ്. ഹാവ് യു എവർ, നിങ്ങൾ എപ്പോഴെങ്കിലും മെയ്ഡ് എനി അറ്റംപ്റ്റ്, എന്തെങ്കിലും ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ? ടു സേവ് നേച്ചർ, പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി. ഹാവ് യു എവർ മെയ്ഡ് എനി അറ്റംപ്റ്റ് ടു സേവ് നേച്ചർ, നിങ്ങൾ പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ? നമുക്ക് ആൻസേഴ്സ് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, യെസ് ഐ ഹാവ് പ്ലാന്റഡ് മെനി പ്ലാന്റ്സ്. പ്ലാന്റഡ് എന്ന് വെച്ചാൽ കുഴിച്ചിടുക, പ്ലാന്റ് എന്ന് വെച്ചാൽ ചെടിയാണല്ലേ, പക്ഷേ അങ്ങനത്തെ ഒരു വേർബ് കൂടിയുണ്ട്, പ്ലാന്റ് എന്ന് പറയുന്ന ഒരു വേർബ് കൂടിയുണ്ട്. അപ്പം പ്ലാന്റ് എന്ന് വെച്ചാൽ കുഴിച്ചിടുക എന്നും ചെടി എന്നും അർത്ഥമുണ്ട്. യെസ് ഐ ഹാവ് പ്ലാന്റഡ് മെനി പ്ലാന്റ്സ്, ഞാൻ കുറേ ചെടികൾ കുഴിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, യെസ് ഐ ഹാവ് സേവ്ഡ് എ ബേർഡ് ഫ്രം ഡൈയിങ്. മരിക്കാൻ കിടക്കുന്ന ഒരു പക്ഷിയെ ഞാൻ രക്ഷിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, യെസ് ഐ ഓൾവേസ് ട്രൈ ടു പ്രൊട്ടക്ട് നാച്ചുറൽ റിസോഴ്സസ്. ഞാൻ എപ്പോഴും നാച്ചുറൽ റിസോഴ്സസിനെ സംരക്ഷിക്കാൻ ശ്രമിക്കാറുണ്ട്. അടുത്തെന്താ നോക്കാം. യെസ്, അതെ, ഐ യൂസ്ഡ് ടു യൂസ് വാട്ടർ കെയർഫുള്ളി. ഞാൻ വെള്ളം ഭയങ്കര സൂക്ഷിച്ച് യൂസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അടുത്തത്, യെസ്, അതെ, ഐ യൂസ്ഡ് ടു പാസ് ദ മെസ്സേജ് വാട്ടർ ഈസ് പ്രീഷ്യസ് ടു അതേഴ്സ്. വെള്ളം അമൂല്യമാണ് എന്ന മെസ്സേജ് ഞാൻ മറ്റുള്ളവരിലോട്ട് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അടുത്തത്, യെസ് ഐ ആൻഡ് മൈ ഫാമിലി കൺട്രോൾസ് ദ യൂസ് ഓഫ് പ്ലാസ്റ്റിക്. ഞാനും എൻ്റെ കുടുംബവും പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നും കൂടി നോക്കാം. ഹാവ് യു എവർ മെയ്ഡ് എനി അറ്റംപ്റ്റ് ടു സേവ് നേച്ചർ? നിങ്ങൾ ഒരിക്കലെങ്കിലും പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആൻസേഴ്സ് നോക്കാം. യെസ് ഐ ഹാവ് പ്ലാന്റഡ് മെനി പ്ലാന്റ്സ്. അതെ, ഞാൻ കുറേ ചെടികൾ കുഴിച്ചിട്ടുണ്ട്. ഐ ഹാവ് സേവ്ഡ് എ ബേർഡ് ഫ്രം ഡൈയിങ്. ഞാൻ മരിക്കാൻ കിടക്കുന്ന ഒരു പക്ഷിയെ രക്ഷിച്ചിട്ടുണ്ട്. യെസ് ഐ ഓൾവേസ് ട്രൈ ടു പ്രൊട്ടക്ട് നാച്ചുറൽ റിസോഴ്സസ്. അതെ, ഞാൻ എപ്പോഴും നാച്ചുറൽ റിസോഴ്സസിനെ സംരക്ഷിക്കാൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. യെസ്
I used to use water carefully. ഞാൻ വെള്ളം അമിതമായൊന്നും യൂസ് ചെയ്യാതെ വെള്ളം ശ്രദ്ധിച്ച് യൂസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. യെസ്, അതെ. I used to pass the message water is precious to others. Water is precious. വെള്ളം അമൂല്യമാണ് എന്ന വാക്ക് ഞാൻ മറ്റുള്ളവരിലോട്ട് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. The last and final answer. Yes, I and my family. ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും കൺട്രോൾസ് നിയന്ത്രിക്കുന്നുണ്ട് the use of plastic. പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം. I and my family controls the use of plastic. ഞാനും എൻ്റെ എല്ലാ കുടുംബാംഗങ്ങളും പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൻസേഴ്സ് എഴുതാം. നിങ്ങളിതിൽ ഏതൊക്കെയാണോ ചെയ്യുന്നത്, അഥവാ നിങ്ങൾക്കിതിൽ ഏതാണോ ഈസി ആയിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്ക് എഴുതാം. തേർഡ് ക്വസ്റ്റ്യൻ. അവർ സർവൈവൽ ഈസ് ലിങ്ക്ഡ് വിത്ത് ദ സർവൈവൽ ഓഫ് ദ ഫോറസ്റ്റ്. അവർ സർവൈവൽ എന്ന് വെച്ചാൽ നിലനിൽപ്പ്. നമ്മുടെ നിലനിൽപ്പ് ഈസ് ലിങ്ക്ഡ് വിത്ത് ബന്ധപ്പെട്ടിട്ടാണ് വിത്ത് ദ സർവൈവൽ ഓഫ് ദ ഫോറസ്റ്റ്. കാടിൻ്റെ നിലനിൽപ്പിനെ ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ നിലനിൽപ്പ്. ഡു യു അഗ്രി? നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടോ? ഇതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നത് ഞാൻ അംഗീകരിക്കുന്നു എന്നതിനുള്ള 3 വ്യത്യസ്തമായ സെൻറ്റൻസുകളാണ്. ഏതൊക്കെയാണ് നോക്കാം. യെസ്, ഐ അഗ്രി. അതെ, ഞാൻ അംഗീകരിക്കുന്നു. രണ്ടാമത്തെ ഏതാണ്? യെസ്, ഐ അഗ്രി വിത്ത് ദാറ്റ്. യെസ്, ഐ അഗ്രി വിത്ത് ദാറ്റ്. അതെ, ഞാൻ അതിനോട് യോജിക്കുന്നു. ദ ലാസ്റ്റ് വൺ. യെസ്, ഐ ഫുള്ളി അഗ്രി. അതെ, ഞാൻ ഫുള്ളായിട്ട് അംഗീകരിക്കുന്നു. അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അവർ സർവൈവൽ ഈസ് ലിങ്ക്ഡ് വിത്ത് ദ സർവൈവൽ ഓഫ് ദ ഫോറസ്റ്റിന്. ഇതിന് ഡു യു അഗ്രി എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ അഗ്രി എന്ന് പറഞ്ഞില്ല, ഐ അഗ്രി എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ റീസൺ എന്താണ്? ഇഫ് ദർ ആർ നോ ഫോറസ്റ്റ് വി കനോട്ട് ലിവ് ഇൻ ദിസ് എർത്ത്. ഇഫ് എന്ന് വെച്ചാൽ ആണെങ്കിൽ, ഇഫ് ദർ ആർ നോ ഫോറസ്റ്റ്, ഇവിടെ കാടുകളില്ലായിരുന്നെങ്കിൽ വി കനോട്ട് ലിവ് ഇൻ ദിസ് എർത്ത്, നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ലായിരുന്നു. അടുത്തത്, we depend on forest from the air we breathe to the wood we use. We depend on forest. Depend എന്ന് വെച്ചാൽ ആശ്രയിക്കുക. We depend on forest. നമ്മൾ കാടുകളെ ആശ്രയിക്കുന്നു. From the air we breathe, നമ്മൾ ശ്വസിക്കുന്ന വായു മുതൽ to the wood we use, നമ്മൾ യൂസ് ചെയ്യുന്ന മരങ്ങൾ വരെ. Forests provide us drinking water, fuel, food, etc. Provide എന്ന് വെച്ചാൽ നൽകുന്നു. ഫോറസ്റ്റ് പ്രൊവൈഡേഴ്സ്, കാട് നമുക്ക് നൽകുന്നു ഡ്രിങ്കിങ് വാട്ടർ, വെള്ളവും, ഫ്യൂൾ, ഇന്ധനവും, ഫുഡ്, ഭക്ഷണവും. ഓൾസോ ഫോറസ്റ്റ് ഹെൽപ്പ് ടു റെഗുലേറ്റ് അവർ ലോക്കൽ ക്ലൈമറ്റ്. ഓൾസോ അതുകൂടാതെ ഫോറസ്റ്റ് ഹെൽപ്പ്, കാട് സഹായിക്കുന്നു, ടു റെഗുലേറ്റ് അവർ ലോക്കൽ ക്ലൈമറ്റ്, നമ്മുടെ പ്രാദേശിക കാലാവസ്ഥയെ ക്രമീകരിക്കാൻ കൂടി നമ്മുടെ കാട് സഹായിക്കുന്നു. ഇമേജിൻ എന്നാൽ സങ്കല്പിക്കുക. ഇമേജിൻ യു ആർ ഗോയിങ് ഓൺ എ നേച്ചർ വാക്ക് വിത്ത് യുവർ ടീച്ചർ. നിങ്ങൾ ഒരു പ്രകൃതി ആസ്വാദനത്തിന് നിങ്ങളുടെ ടീച്ചറിൻ്റെ കൂടെ ഒരു നേച്ചർ വാക്കിന് പോവുകയാണ്. ഹൗ വുഡ് ദാറ്റ് എക്സ്പീരിയൻസ് ബി? നിങ്ങൾ ടീച്ചറിൻ്റെ കൂടെ പോകുന്ന ആ പ്രകൃതി ആസ്വാദനം എങ്ങനെയിരിക്കും? ആ എക്സ്പീരിയൻസ് എങ്ങനെയിരിക്കും? ലിസ്റ്റ് ദം ബിലോ ഇൻ അപ്രോപ്രിയേറ്റ് കോളംസ്. ലിസ്റ്റ് ദം ബിലോ, അത് താഴെ ലിസ്റ്റ് ചെയ്യുക. ബിലോ താഴെ, ലിസ്റ്റ് ദം താഴേത് ലിസ്റ്റ് ചെയ്യുക. ഇൻ അപ്രോപ്രിയേറ്റ് കോളംസ്, അതിൻ്റെ കോളംസിൽ അത് ലിസ്റ്റ് ചെയ്യുക. യു മേ സീക്ക് ദ ഹെൽപ്പ് ഓഫ് യുവർ ടീച്ചർ. നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചറിൻ്റെ ഹെൽപ്പും തേടാം. അപ്പോൾ ഇവിടെ അടിയിൽ 3 കോളംസാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റത്തെ കോളമിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഐ കുഡ് സീ. കാട്ടിൽ പോയാൽ എന്തൊക്കെ കാണാൻ കഴിയും എനിക്ക്? ഐ കുഡ് സീ എന്തൊക്കെയാണ് കാണാൻ കഴിയുക? ബിഗ് ട്രീസ്, വലിയ മരങ്ങൾ. വൈൽഡ് ആനിമൽസ്, കാട്ടിലെ മൃഗങ്ങൾ. മെനി ബേർഡ്സ്, കുറേ പക്ഷികൾ. മൗണ്ടെയ്ൻസ്,
മലകൾ, റിവേഴ്സ്, നദികൾ. രണ്ടാമത്തത് ഐ കുഡ് ഹിയർ. കാട്ടിൽ പോയാൽ എന്തൊക്കെ കേൾക്കാൻ കഴിയും? ദ ചിർപ്പിംഗ് ഓഫ് ബേർഡ്സ്. ദ ചിർപ്പിംഗ് ഓഫ് ബേർഡ്സ്, കിളികളുടെ ശബ്ദം. ദ സൗണ്ട് ഓഫ് എക്കോസ്, എക്കോസിൻ്റെ ശബ്ദം. കാട്ടിലാണല്ലോ നമ്മൾ. ദ റോറിംഗ് ഓഫ് ലയൺസ്, സിംഹത്തിൻ്റെ ഗർജനം. ദ ഹമ്മിങ് ഓഫ് ബീസ്. ബീസ് എന്താണ്? തേനീച്ച. ദ ഹമ്മിങ്, ഹമ്മിങ് എന്ന് വെച്ചാൽ മൂളൽ. ദ ഹമ്മിങ് ഓഫ് ബീസ്, തേനീച്ചകളുടെ മൂളലുകൾ. ദ ഫ്ലോയിങ് സൗണ്ട് ഓഫ് വാട്ടർ, വെള്ളം ഒഴുകുന്നതിൻ്റെ ശബ്ദം. മൂന്നാമത്തെ കോളത്തിൽ ഐ കുഡ് സ്മെൽ. എന്തൊക്കെ നിങ്ങൾക്ക് മണക്കാൻ കഴിയും കാട്ടിലെത്തിയാൽ? ദ ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവേഴ്സ്, പൂക്കളുടെ നല്ല മണം. ദ എയർ ഓഫ് ഫോറസ്റ്റ്, കാട്ടിലെ വായു. ദ സെൻറ്റ് ഓഫ് ഫ്രൂട്ട്സ്, പഴങ്ങളുടെ ആ നല്ലൊരു മണം. ദ സെൻറ്റ് ഓഫ് ഫ്രൂട്ട്സ്. ദ പെട്രിക്കർ. ദ പെട്രിക്കർ, പെട്രിക്കർ എന്ന് വെച്ചാൽ ഒരു പുതിയ വാക്കാണ്. പെട്രിക്കോർ എന്നാൽ നനഞ്ഞ മണ്ണിൻ്റെ മണം. അടുത്തത് ദ പെർഫ്യൂം ഓഫ് ഫ്ലവേഴ്സ്, പൂക്കളുടെ നല്ല മണം. അടുത്ത ക്വസ്റ്റ്യന് പേജ് നമ്പർ 8. പേജ് നമ്പർ 8 ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്ന എന്താണെന്ന് പറയും. നൗ റൈറ്റ് ഇൻ എ പാരഗ്രാഫ് what you would see or hear or smell in a forest. Your teacher will help you. Now write in a paragraph. ഒരു പാരഗ്രാഫ് എഴുതുക. എന്തിനെക്കുറിച്ചാണ്? വാട്ട് യു വുഡ് സീ, നിങ്ങൾ കാട്ടിൽ എന്തൊക്കെ കാണും. ഓർ ഹിയർ, എന്തൊക്കെ കേൾക്കും. ഓർ സ്മെൽ ഇൻ എ ഫോറസ്റ്റ്, എന്തൊക്കെ നമുക്ക് മണക്കാൻ കഴിയും ഒരു ഫോറസ്റ്റിൽ. അതൊരു പാരഗ്രാഫ് ആക്കി എഴുതാനാണ് പറയുന്നത്. യുവർ ടീച്ചർ വിൽ ഹെൽപ്പ് യു, ടീച്ചർ നിങ്ങളെ സഹായിക്കും. ആൻസർ ഇവിടെ വായിക്കാം. ഐ ലവ് ടു ഗോ ടു ഫോറസ്റ്റ്. ലവ്, ഇഷ്ടം. ഐ ലവ് ടു ഗോ ടു ഫോറസ്റ്റ്, ഞാൻ ഇഷ്ടപ്പെടുന്നു കാട്ടിലോട്ട് പോവാൻ. ഇൻ ഫോറസ്റ്റ്, കാട്ടിൽ. ഐ വുഡ് സീ മെനി ബിഗ് ട്രീസ്, ഞാൻ കാണാനിടയാകും കുറേ വലിയ മരങ്ങൾ. ബുഷസ്, കുറ്റിച്ചെടികൾ. ആൻഡ് ക്രീപ്പേഴ്സ്, പിന്നെ വള്ളിച്ചെടികളും. എവ്രിവെയർ, എല്ലായിടത്തും. ഐ വുഡ് സീ, ഞാൻ കാണാനിടയാവും. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്ലാന്റ്സ്, പലതരത്തിലുള്ള ചെടികൾ ഞാൻ എല്ലാ സ്ഥലത്തും കാണാൻ ഇടയാവും. ഓൾസോ, അതുകൂടാതെ. ഐ വുഡ് സീ മെനി ബേർഡ്സ്, ഞാൻ കുറേ പക്ഷികളെ കാണും. ദാറ്റ് ഐ ഹാവൻറ്റ് സീൻ ബിഫോർ. ഹാവ് നോട്ടിൻ്റെ ഷോർട്ട് ഫോമാണ് ഹാവൻറ്റ്. ദാറ്റ് ഐ ഹാവൻറ്റ് സീൻ ബിഫോർ, ഞാൻ മുമ്പ് കാണാത്ത പലതരം കിളികളെയും ഞാൻ അവിടെ കാണുമായിരിക്കും. ദർ ഇസ് എ ചാൻസ്, അവിടെ ഒരു ചാൻസ് ഉണ്ട്, ഒരു സാധ്യതയുണ്ട്. ടു സീ വൈൽഡ് ആനിമൽസ് ടു, കാട്ടിലെ മൃഗങ്ങളെ കൂടി കാണാൻ അവിടെ ഒരു ചാൻസ് ഉണ്ട്. ഐ ഹോപ്പ്, ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ വുഡ് സീ, ഞാൻ കാണുമായിരിക്കാം. ബ്യൂട്ടിഫുൾ റിവേഴ്സ്, ഭംഗിയുള്ള നദികൾ. വിത്ത് ഫ്രഷ് വാട്ടർ, അതിൽ ശുദ്ധമായ ജലവും. ആൻഡ് ഹ്യൂജ് മൗണ്ടെയ്ൻസ്, പിന്നെ വലിയ മലകളും. അടുത്തത് നമ്മുടെ ഫസ്റ്റ് കാട്ടിൽ എന്തൊക്കെ പോയാൽ കാണുമെന്ന് കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ കാട്ടിൽ പോയാൽ എന്തൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയും. ഐ വുഡ് ഹിയർ, ഞാൻ ചിലപ്പോൾ കേട്ടേക്കാം. ദ ചീപ്പിംഗ് ഓഫ് ബേർഡ്സ്, കിളികളുടെ ശബ്ദം. ദ ചീപ്പിംഗ് ഓഫ് ബേർഡ്സ്, കിളികളുടെ ശബ്ദം. ദ സൗണ്ട് ഓഫ് എക്കോസ്, എക്കോയുടെ ശബ്ദം. ദ സൗണ്ട് ഓഫ് എക്കോസ്. ദ ഹമ്മിങ് ഓഫ് ബീസ്, ബീസ് എന്താണ് നേരത്തെ പറഞ്ഞില്ലേ, തേനീച്ച. ഹമ്മിങ്, മൂളൽ. ദ ഹമ്മിങ് ഓഫ് ബീസ്, തേനീച്ചകളുടെ മൂളലുകൾ. ദ റോറിംഗ് ഓഫ് ലയൺ, സിംഹത്തിൻ്റെ അലർച്ച അഥവാ സിംഹത്തിൻ്റെ ഗർജനം. ആൻഡ് അതർ വൈൽഡ് ആനിമൽസ്, കൂടാതെ മറ്റു കാട്ടിലെ മൃഗങ്ങളുടെയും ശബ്ദങ്ങൾ. ആൻഡ് ദ ഫ്ലോയിങ് സൗണ്ട് ഓഫ് ഫ്രഷ് വാട്ടർ, പിന്നെ ദ ഫ്ലോയിങ് സൗണ്ട്,
ഒഴുകുന്ന ശബ്ദം. എന്തിൻ്റെയാണ്? ഫ്രഷ് വാട്ടർ, ശുദ്ധമായ ജലം ഒഴുകുന്നതിൻ്റെ ശബ്ദം. അപ്പോൾ നമ്മൾ കാട്ടിൽ പോയാൽ എന്തൊക്കെ കേൾക്കുമെന്നതും കഴിഞ്ഞു. അടുത്തത് നമുക്ക് എന്തൊക്കെ മണക്കാൻ കഴിയുമെന്നതാണ്. അടുത്ത പാരഗ്രാഫിൽ നമുക്ക് എന്തൊക്കെ മണക്കാൻ കഴിയും. ഐ തിങ്ക്, ഞാൻ വിചാരിക്കുന്നു. ഐ കുഡ് സ്മെൽ, എനിക്ക് മണക്കാൻ കഴിഞ്ഞേക്കാം. ദ ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവേഴ്സ്, പൂക്കളുടെ നല്ല മണം. ദ ഫ്രഷ് എയർ, ഫ്രഷ് ആയിട്ടുള്ള വായു. ദ ഡിഫറെൻറ്റ് സെൻറ്റ് ഓഫ് ഫ്രൂട്ട്സ്, പലതരത്തിലുള്ള പഴങ്ങളുടെ നല്ല മണം. ആൻഡ് ദ പെട്രിക്കോർ, നേരത്തെ പറഞ്ഞല്ലോ മണ്ണ് നനയുമ്പോൾ ഉണ്ടാകുമ്പോൾ ആ മണം. ദ പെട്രിക്കോർ ദാറ്റ് ഐ ലവ് സോ മച്ച്, ഞാൻ വളരെ ഇഷ്ടപ്പെട്ട പെട്രിക്കോറിൻ്റെ മണവും. ലെറ്റ്സ് ഗോ ടു ദ ലെസൺ. ഹൗ ഫാർ ഇസ് ദ റിവർ? അതിൻ്റെ ആ ഹെഡിങ്ങിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് വായിക്കാം. ഹിയർ ഈസ് എ ബോയ്, ഇവിടെ ഒരു ആൺകുട്ടിയുണ്ട്. സെറ്റ്സ് ഔട്ട് ഓൺ എ ട്രിപ്പ്, ഒരു ട്രിപ്പൊക്കെ ഒരുക്കി. ടു അപ്രിഷിയേറ്റ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ, പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാൻ പുറപ്പെട്ട ഒരു കുട്ടിയുടെ കഥയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. വാട്ട് ഡസ് ഹി ഗോ വേർ, എവിടെയാണ് അവൻ പോയത്? വാട്ട് ഡസ് ഹി സീ ദർ, അവൻ എന്തൊക്കെയായിരിക്കും കണ്ടത്? ഹൗ ഡസ് ഹി ഫീൽ, അവൻ എന്തായിരിക്കും അനുഭവപ്പെട്ടത്? ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്, നമുക്കത് കണ്ടുപിടിക്കാം. ഹൗ ഫാർ ഇസ് ദ റിവർ? ഈ കഥയുടെ ഓതർ റസ്കിൻ ബോണ്ടാണ്. ഹൗ ഫാർ ഇസ് ദ റിവർ, ഇതിൻ്റെ ഓതർ ആരാണ്? റസ്കിൻ ബോണ്ട്. ഇന്ത്യൻ സ്റ്റോറി റൈറ്ററായ റസ്കിൻ ബോണ്ടിൻ്റെ ഒരു കഥയാണ് ഹൗ ഫാർ ഇസ് ദ റിവർ. ഇതിൽ ആ ഹെഡിങ്ങിൻ്റെ മുകളിലൊരു ഇൻട്രൊഡക്ഷൻ പറയുന്നത്, ഹിയർ ഈസ് എ ബോയ് ഹു സെറ്റ്സ് ഔട്ട് ഓൺ എ ട്രിപ്പ് ടു അപ്രിഷിയേറ്റ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ. പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി ഒരു യാത്ര പുറപ്പെട്ട ഒരു കുട്ടിയുടെ കഥയാണ് ഹൗ ഫാർ ഇസ് ദ റിവർ. ഐ എം ഗോയിങ് ടു റീഡ് ദ സ്റ്റോറി. പ്ലീസ് ലുക്ക് ഇൻ ടു യുവർ ടെക്സ്റ്റ് ബുക്ക്. How far is the river? Between the boy and the river stood a mountain. The boy was young and the river was small, but the mountain was big. The thickly forested mountain hid the river, but the boy knew it was there. He had never seen the river with his own eyes, but from the villagers he had heard of it, of the fish in its water and of its rocks. He wished to touch the water and know it personally. ഈ നമ്മളിപ്പോൾ പഠിച്ച പാരഗ്രാഫിലെ ലൈൻ ബൈ ലൈൻ മീനിങ് പറയാതെ നമ്മളിപ്പോൾ പഠിച്ച പാരഗ്രാഫിലത്തെ എല്ലാ നൗൺസും വേർബ്സും ആണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അതിനുശേഷം ഇതിലുള്ള കുറച്ച് എക്സ്പ്രഷൻ വേർഡ്സും അത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കിത് സ്വയം മനസ്സിലാവും. ഈ പാരഗ്രാഫൊക്കെ നിങ്ങൾക്ക് സ്വയം മനസ്സിലാവും. അപ്പോൾ ഈ വായിച്ച ഭാഗത്തിലെ നൗൺസ് ഏതൊക്കെയെന്ന് നോക്കാം. നൗൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതെ, ഒരാളുടെ പേരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ പേരോ അതിനൊക്കെയാണ് നൗൺസ് എന്ന് പറയുന്നത്. നൗൺ എന്ന് പറയുന്നത് അതിനാണ്. അപ്പോൾ ഇതിൽ നൗൺ ഏതൊക്കെയാണ്? ബോയ് ആൺകുട്ടി, റിവർ നദി, മൗണ്ടെയിൻ മല, ഫോറസ്റ്റ് കാട്, ഐസ് കണ്ണുകൾ, വില്ലേജർ ഗ്രാമീണൻ, റോക്ക് പാറ. അടുത്ത കോളത്തിൽ കൊടുത്തിരിക്കുന്നത് ഈ പാരഗ്രാഫിലത്തെ വേർബ്സ് ആണ്. വേർബ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു പ്രവൃത്തിക്കാണ് വേർബ് എന്ന് പറയുന്നത്. ഇതിൽ വേർബിൽ തന്നെ പ്രസൻറ്റ് ടെൻസും പാസ്റ്റ് ടെൻസും കൊടുത്തിട്ടുണ്ട്. പ്രസൻറ്റ് ടെൻസ് എന്ന് വെച്ചാൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതാണ് പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുന്നത്. പിന്നെ പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞത്, ആ പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞതിനാണ് പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. സ്റ്റാൻഡ് നിൽക്കുക, സ്റ്റുഡ് നിന്നു. ഇതിൽ സ്റ്റാൻഡാണ് ഇതിൻ്റെ പ്രസൻറ്റ് ടെൻസ്, സ്റ്റുഡ് പാസ്റ്റ് ടെൻസും. അടുത്തത് നോ അറിയുക, ന്യൂ അറിയാം, സീ കാണുക, സോ കണ്ടു, ഹിയർ എന്ന് വെച്ചാൽ കേൾക്കുക, ഹിയർഡ് കേട്ടു, വിഷ് എന്ന് വെച്ചാൽ ആഗ്രഹിക്കുക, വിഷ്ഡ് ആഗ്രഹിച്ചു, ടച്ച് തൊടുക, ടച്ച്ഡ് തൊട്ടു. അടുത്തവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഈ പഠിച്ച ആ ഭാഗത്തെ കുറച്ച് ന്യൂ എക്സ്പ്രഷൻസ് ആണ്.
The first one. He had never seen the river with his own eyes. He had never seen the river with his own eyes. നെവറിൻ്റെ മീനിങ് എന്താണ്? ഒരിക്കലുമില്ല. അപ്പം he had never seen the river with his own eyes. അവൻ്റെ കണ്ണുകൾ കൊണ്ട് ഒരിക്കലും ആ നദിയെ കണ്ടിട്ടില്ല. ഈ അതേ എക്സ്പ്രഷന് നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഞാനത് ഒരിക്കലും കണ്ടിട്ടില്ല മുമ്പ്. അടുത്തത് I had never seen it with my own eyes. ഞാനത് എൻ്റെ കണ്ണുകൾ കൊണ്ട് ശരിക്കും അത് കണ്ടിട്ടില്ല. അടുത്ത എക്സ്പ്രഷൻ wished to. He wished to touch the water. അവൻ ആ വെള്ളം തൊടാൻ ആഗ്രഹിച്ചു. അതുപോലത്തെ മറ്റൊരു എക്സ്പ്രഷൻ I wished to go to tour. ഞാനൊരു ടൂറിന് പോകാൻ ആഗ്രഹിച്ചു. ലാസ്റ്റ് ഇയർ I wished it a lot. കഴിഞ്ഞ വർഷം ഞാനത് ഒരുപാട് ആഗ്രഹിച്ചു. നിങ്ങൾ ഈ വീഡിയോ പോസ് ആക്കിയിട്ട് ഇപ്പോൾ പഠിപ്പിച്ച് നൗൺസും വേർബ്സും ന്യൂ എക്സ്പ്രഷൻസൊക്കെ പഠിക്കുക. ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ പാരഗ്രാഫ് ഒന്നും കൂടി വായിച്ചാൽ നിങ്ങൾക്ക് ഇതിലുള്ള എല്ലാം മനസ്സിലാവും. ഈ പഠിപ്പിച്ചതൊക്കെ സ്വയം പഠിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം ഇനി പറയുന്ന ലൈൻ ബൈ ലൈൻ മലയാളം എക്സ്പ്ലനേഷൻ കേൾക്കുക. ഐ എം ഗോയിങ് ടു റീഡ് ദ സെയിം passages again. Please look into your textbook. Between the boy and the river stood a mountain. Between എന്ന് വെച്ചാൽ എന്താണ്? അതെ, ഇടയിൽ. Between the boy and the river. ആൺകുട്ടിക്കും നദിയുടെയും ഇടയിൽ ഒരു stood a mountain, ഒരു മല നിന്നിരുന്നു. Between the boy and the river stood a mountain. ആൺകുട്ടിക്കും നദിക്കും ഇടയിൽ ഒരു മല നിന്നിരുന്നു. The boy was young. ആ ആൺകുട്ടി ചെറുപ്പമായിരുന്നു. And the river was small. ആ നദിയും ചെറുതായിരുന്നു. But the mountain was big. പക്ഷേ ആ മല ഭയങ്കര വലുതായിരുന്നു. The thickly forested mountain hid the river. The thickly forested mountain. തിങ്ങിയ കാടുകളോട് കൂടിയുള്ള മല hid the river. ആ നദിയെ ഒളിപ്പിച്ചു. ഹൈഡ് എന്ന് വെച്ചാൽ ഒളിക്കുക. ഹിഡ് എന്ന് വെച്ചാൽ ഒളിച്ചു. The thickly forested mountain hid the river. ആ തിങ്ങിയ കാടോട് കൂടിയുള്ള മല hid the river. ആ നദിയെ ഒളിപ്പിച്ചു. But the boy knew it was there. പക്ഷേ ആ കുട്ടിക്ക് അറിയാമായിരുന്നു അത് അവിടെ ഉണ്ടെന്ന്. He had never seen the river with his own eyes. He had never seen. അവനത് ഒരിക്കലും കണ്ടിട്ടില്ല. The river. അവന് നദിയെ ഒരിക്കലും കണ്ടിട്ടില്ല. With his own eyes. അവൻ്റെ കണ്ണുകൾ കൊണ്ട് ആ നദിയെ അവനൊരിക്കലും കണ്ടിട്ടില്ല. But from the villagers he had heard of it. പക്ഷേ ഗ്രാമീണരിൽ നിന്നും അവനത് കേട്ടിട്ടുണ്ടായിരുന്നു. Of the fish in its water and of its rocks. ആ നദിയിലുള്ള മീനുകളെ പറ്റിയും ആ നദിക്കരികിലുള്ള പാറകളെ പറ്റിയുമൊക്കെ. He wished to touch the water. അവൻ ആ വെള്ളത്തെ തൊടാൻ ആഗ്രഹിച്ചു. And know it personally. പിന്നെ അതിനെ അടുത്തറിയാനും ആ കുട്ടി ആഗ്രഹിച്ചു. ഒന്നുകൂടി വായിക്കാം. Between the boy and the river stood a mountain. The boy was young and the river was small, but the mountain was big. The thickly forested mountain hid the river, but the boy knew it was there. He had never seen the river with his own eyes, but from the villagers he had heard of it, of the fish in its water and of its rocks. He wished to touch the water and know it personally. ഇനി ഇതിൻ്റെ സൈഡിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സ് ഒക്കെ നമുക്കിപ്പോൾ നോക്കാം. Question number 1. What prevented the boy? പ്രിവെൻ്റ് എന്ന് വെച്ചാൽ തടയുക എന്നാണ്. വാട്ട് പ്രിവെൻറ്റഡ് ദ ബോയ്, എന്താണ് ആ കുട്ടിയെ തടഞ്ഞത്? ഫ്രം സീയിങ് ദ റിവർ, ആ നദി കാണുന്നതിൽ നിന്നും എന്താണ് ആ കുട്ടിയെ തടഞ്ഞത്?
ആൻസർ എന്താണ്? ദ ബിഗ് മൗണ്ടെയിൻ. ആ മല ഉള്ളത് കൊണ്ടാണല്ലോ ആ കുട്ടിക്ക് ആ നദിയെ കാണാഞ്ഞത്. കാരണം ആ മല ഭയങ്കര വലുതായിരുന്നു. അതുകൊണ്ട് ആ കുട്ടിക്കത് കാണാൻ കഴിഞ്ഞില്ല. ദ ബിഗ് മൗണ്ടെയിൻ പ്രിവെൻറ്റഡ് ദ ബോയ് ഫ്രം സീയിങ് ദ റിവർ. ആ കുട്ടിയെ നദി കാണുന്നതിൽ നിന്നും ആ മല തടഞ്ഞു. ഈ പാരഗ്രാഫ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ബാക്കിയുള്ള സ്റ്റോറിയും അതിനുള്ള എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ എക്സസൈസുകളോടും കൂടി അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഐ ഹോപ്പ് ദിസ് വീഡിയോ ഈസ് യൂസ്ഫുൾ ഫോർ യു. ഇത് ഒരു ചിൽഡ്രൻ ചാനൽ ആയതുകൊണ്ട് യൂട്യൂബിൻ്റെ റൂൾ അനുസരിച്ചിട്ട് ഇതിൽ കമൻറ്റ്സ് ഓഫാണ്. അതുകൊണ്ട് ഇതിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങളുടെ സജഷൻസും നിങ്ങളുടെ കമൻസും ഒക്കെ അതിനകത്ത് നിങ്ങൾക്ക് അയക്കാം. ബൈ, സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.